വിമാനത്തിൽ ഇരുന്നിട്ട് ആകാശം തൊട്ടടുത്ത് കാണണം, താഴെ കടല് കാണണം. വിമാനത്തിൽ കിട്ടുന്ന ഭക്ഷണം 2 വട്ടം കഴിക്കണം. പഠിച്ചോനെ ഷാനമോൾക്കും ദിലുവിനും വിൻഡോ സീറ്റ് കിട്ടല്ലേ ആമീൻ. ഷാനമോളെ എയർപോർട്ടിൽ ഇറങ്ങി അപ്പൊ തന്നെ ബുർജ് ഖലീഫയുടെ അടുത്തേക്ക് ഫോട്ടോ എടുക്കണം, നാട്ടിൽ അയക്കണം. വേറെ വർത്താനില്ല കേട്ടോ. എടാ പൊട്ടാ, അതിന് നമ്മൾ അബുദാബി എയർപോർട്ടിലാണ് പോയി ഇറങ്ങണത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ബുർജ് ഖലീഫ് ഒന്നും കാണാൻ പറ്റൂല. ഫ്ലൈറ്റിൽ കയറിയപ്പോഴോ നീക്കണില്ലേ? ഞാനോനെടുത്താലോ? ചെക്കൻ വെയിറ്റ് കൂടി. ഈ ഒട്ടും ഇറങ്ങിയില്ല? ഞാൻ ഇറങ്ങിയില്ല. നിങ്ങൾ ഇറങ്ങിയോ? കുറച്ചൊക്കെ ഇറങ്ങി. പിന്നെ കുറേ ദൂരമുണ്ട്. ഉറങ്ങിക്കോ. ഉറങ്ങാനപ്പോ ഞാൻ അങ്ങോട്ട് വന്ന്. അവൻ ഉറങ്ങണ്ട. എത്തിയില്ലേ? ഷാന, ദിലു എത്തി. എനിക്ക് ഇതിലൂടെ വെയിറ്റ് ഉണ്ടോ മാറിക്ക്. ഞാൻ നീ എത്തട്ടണ്ട. भाई भाई और मिनट रूम कैसा है? पक्का है। आपको पिछले दिन देखता था ना, उससे भी अच्छा है। आपको बोला था ना, एक फैमिली भी उधर रहता है। अच्छा नहीं तो आगा पानी हो। अच्छा है भाई। പിന്നെ ഇവിടെ ഒരു 5 മിനിറ്റിന്റെ പണിയുണ്ട്. ഒന്ന് സെറ്റായിട്ടില്ല കാര്യങ്ങൾ. നിങ്ങളൊന്ന് വിശ്രമിക്കേ. അപ്പൊക്ക് ഞാനിതൊന്ന് വിശ്രമിക്കാനോ? അതിന് ഇവിടെ വിശ്രമിക്കാ? കാറിൽ വിശ്രമിക്കാലോ. എടാ ഹബി, വണ്ടി എടുക്കണേ. കാലുകൊണ്ടല്ല തലകൊണ്ട് ചവിട്ടുക. ശരിക്കും ഞാൻ വേറെ വീടെ കണ്ടുവെച്ചിരുന്നേ, അത് പെട്ടെന്ന് കഴിഞ്ഞു പോയി. പിന്നെ ഇന്നലെ ഇത് റെഡി ആയത്, അതുകൊണ്ട് ഒന്നും നോക്കാനും പറ്റിയില്ല. ഒന്ന് വൃത്തിയാക്കിയാൽ ശരിയാവും. ഹേ, ഇത് വലിയ പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം, പെട്ടെന്ന് തീരും. അല്ല ഇത് ഇതെവിടെ വെക്കണ്ടേ? അവിടെ തന്നെ വെച്ചോ. തിരിഞ്ഞ അങ്ങനെ എടുക്കരുത്.
നമ്മളൊരു ബാർ എടുക്കുമ്പോ ഹലോ മാഷേ, നിങ്ങളൊരു സേഫ്റ്റി. ശ്രദ്ധിക്കണ്ട തിരുവോ. ഇതെന്താ പറയാത്തു? അത് തുറക്കണ്ട അത് തുറക്കണ്ട അത് തുറക്കണ്ട കേട്ടോ. ദിനോസർ, മമ്മ കോളി. അസ്സലാമലൈക്കും. വാലേക്കും സലാം. ഖദീജയും കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് എത്തിയില്ലേ? ആ ഉണ്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുന്നേ. എന്റെ പൊന്നാര മോനെ, ഈ ഓളയും കുട്ടി ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ. ഒരു ദിവസം പറ്റും പോലെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഞാൻ കൊടുക്കാം, ഇവിടെ ഉണ്ട്. ഹലോ കുഞ്ഞാക്ക, അസ്സലാമു അലൈക്കും. ആ അലൈക്കും അസ്സലാം. എന്താണ് മോളെ, സുഖമായിട്ട് എത്തിയില്ലേ? ഒരു ദിവസം കുഞ്ഞാക്ക അങ്ങോട്ട് വരുന്നുണ്ട്. കുട്ടികളുടെ പറഞ്ഞോളാ, ഇവിടെ ഭയങ്കര പണിത്തിരക്കാ. വെക്കട്ടെ? ഹലോ കുഞ്ഞാക്ക. കട്ടാക്കി, ഒന്നും പറയാൻ വിട്ടില്ല. ഒന്നും പറയാൻ അങ്ങോട്ട് പറ്റൂല. മൂപ്പർക്ക് ശരിക്കും ഇവിടെ എന്താ ജോലി? മൂപ്പർക്ക് എന്തൊക്കെയോ പണികളുണ്ട്, ഒരു ഐഡിയ ഇല്ല. എങ്ങനെയെങ്കിലും മൂപ്പര് പിടിച്ചേക്കും. അമ്മായി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചീന്. മൂപ്പരോട് ഇവിടുത്തെ പണിയൊക്കെ മതിയാക്കി നാട്ടിക്ക് ചെല്ലാൻ പറയാൻ. മൂപ്പർക്ക് എന്തൊക്കെയോ ബാധ്യതകളുണ്ട്. എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. ഹെൽപ്പ് നിങ്ങള്? ഇവർക്കൊക്കെ എന്താ അത്ര തോന്നെ സന്തോഷം? ഒന്നും തോന്നില്ലല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബുർജ് ഖലീഫക്ക് നാട്ടത്തേക്കാൾ ദൂരെ വളർന്നാ വല്ലാത്തൊരു കുടുക്കായി പോയി.